നമസ്കാരം, എൻ്റെ പേര് ജയപാർവതി. പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ചീഫ് ഡെന്റൽ സർജനാണ്. ഇന്ന് പറയാൻ പോകുന്നത് പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷവും പല്ല് പൊങ്ങുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം പല്ല് സ്വസ്ഥാനത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാണ് റീറ്റെയിനേഴ്സ്, അതായത് ഒറ്റക്കമ്പി. അത് പല്ല് സ്വസ്ഥാനത്ത് നിന്നും മറ്റു പൊസിഷനിലോട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റീറ്റെയിനേഴ്സ് ഉപയോഗിക്കുന്നത്. റീറ്റെയിനേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷത്തെ പെർമനന്റ് ആയിട്ടുള്ള ഓർത്തോ ട്രീറ്റ്മെന്റ്, അതായത് കമ്പി ഇട്ടതിന് ശേഷം 1.5 വർഷമോ അതിൽ കൂടുതലോ ആവാം. പിന്നീട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്, അതായത് 3 വർഷത്തേക്കോ അല്ലെങ്കിൽ പിന്നീട് പെർമനന്റ് ആയിട്ടോ ഉള്ള കാലയളവിൽ ഉപയോഗിക്കണമെന്ന് പറയും. പലരും അത് അശ്രദ്ധയായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് പല്ല് കമ്പി ഇട്ടതിന് ശേഷം പൊങ്ങാനുള്ള സാധ്യതയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത കാരണമാണ് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ചിലരാണെങ്കിൽ ശ്വാസം വലിക്കുന്ന വായിക്കൂടെ ആയിരിക്കാം. അത് കാരണം ലിപ്പിലെ മസിൽസ് ഉണ്ടാക്കുന്ന ഫോഴ്സും പ്രഷറും ഒക്കെ കാരണം പല്ല് തള്ളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ മോണരോഗം കാരണം, പിന്നീടുള്ള ഒരെണ്ണം പല്ല് എടുത്തു കളയുന്നതിന്റെ കാരണം സ്പേസിങ് ഉണ്ടാവും വായിക്കകത്ത്, അത് കാരണം പല്ല് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് നെയിൽ ബൈറ്റിംഗ്, നഖം കടിക്കൽ, അതേപോലെ തന്നെ തം സക്കിങ്, ഇവയെല്ലാം ഇതിലോട്ട് നയിക്കുന്നുണ്ട്. കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയാണ് ചെയ്യേണ്ടത്. അലൈനേഴ്സ് വഴി നമുക്ക് പിന്നീട് പഴയ പൊസിഷനിലോട്ട് പല്ലുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്.